പിന്നൊരു കാര്യം പറഞ്ഞാ രണ്ടാളും വിഷമിക്കില്ല. സണ്ണിക്കുട്ടിയുടെയും സോഫിയുടെയും കല്യാണം തീരുമാനിച്ചു. അടുത്ത ബുധനാഴ്ചയാണ് കെട്ട്. ശനിയാഴ്ച കാലത്തെ സണ്ണിക്കുട്ടി എത്തും. അമ്മച്ചി, എന്റെ അമ്മച്ചിക്ക് എന്താ പറ്റിയേ? എന്താ ഒന്നും മിണ്ടാത്ത? എന്നോട് വഴക്കാണോ? ഞാൻ വന്നില്ലേ? എന്തെങ്കിലും ഒന്ന് പറയാം അമ്മച്ചി. അപ്പച്ച, എന്നോട് ദേഷ്യാണോ? പിന്നെന്താ അമ്മച്ചി ഒന്നും മിണ്ടാത്ത? അമ്മച്ചിക്കൊന്നും മിണ്ടാൻ പറ്റാത്തോണ്ടാ. ഞാൻ കാരണം എന്റെ അമ്മച്ചിക്ക്. കരയാതെ, എല്ലാം വിധിയാന്ന് വിചാരിച്ചാ മതി. പിന്നെ മോടെ കല്യാണത്തിന് ഞങ്ങൾ വന്നെന്ന് വരില്ല. എവിടെയായിരുന്നാലും നിങ്ങൾക്ക് നല്ലത് വരണമെന്നുള്ള പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. നീ എന്താ പൈലി പറയണേ? നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നീ തന്നെയല്ലേ കല്യാണത്തിന് സമ്മതിച്ചത്? എന്നിട്ട് ഇപ്പൊ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ? ഞാൻ പറയണത് അച്ഛനങ്ങോട്ട് കേട്ടാ മതി. അങ്ങനെ നീ പറയണത് മാത്രം കേട്ടാ പോരല്ലോ. സണ്ണിക്കുട്ടി എന്നെ വിളിച്ചിരുന്നു. കല്യാണം നടത്താൻ അവന് സമ്മതമാണ്. ഞാൻ അവന്റെ അപ്പനാ. അപ്പനല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇടവക്കാരുടെ മുമ്പില് വിളിച്ചു ചൊല്ലി കഴിഞ്ഞ കല്യാണം മാറ്റി വെക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയണത് കേക്ക്. പള്ളിയിൽ വെച്ച് കെട്ടി നടത്തിയില്ലെങ്കിൽ അവര് വല്ല രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ നടത്തും. മേജറായ പിള്ളേരാ, എന്തിനാ ഈ നാണക്കേടിന് പോണേ? അച്ഛൻ ഭാരിച്ച കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. പള്ളിയിൽ വെച്ച് ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് തീരുമാനിക്കുന്നത് ഞാനാ. തീരുമാനിച്ചോ? പക്ഷെ എന്റെ സമ്മതമില്ലാതെ പള്ളിയിൽ വെച്ച് കെട്ടി നടത്തിയാലുണ്ടല്ലേ, ഈ ലോഹ ഇട്ടുകൊണ്ട് താമ്പിന്റെ അവിടെ ഇരിക്കത്തില്ല. ചമ്പക്കര പൈലിയെ കണ്ടിട്ടല്ല ഞാൻ ഈ ലോഹിട്ടത്, ക്രിസ്തുവിനെ കണ്ടിട്ടാ. അങ്ങേര് കുരിശുമ തൂങ്ങിക്കിടക്കണത് മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ചുങ്കക്കാരെയും പരീശന്മാരെയും ചാട്ടവാറ കൊണ്ടടിച്ച് പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടത് നീ കണ്ടിട്ടില്ല. അതും യേശുസ് തന്നെയാ. വേഷം കെട്ട് എന്റെ അടുത്ത് എടുക്കരുത്. പൂഴിക്കാടോ, ചമ്പക്കര പള്ളിയുടെ ഒരു മുഖേ താൻ കണ്ടിട്ടുള്ളൂ. എന്റെ ഒരു മുഖവും താൻ കണ്ടിട്ടില്ല. മംഗലപ്പുഴ സെമിനാരിയിൽ നിന്ന് പട്ടം കിട്ടിയിട്ട് 28 കൊല്ലായി. 14 പള്ളികളിൽ ഇരുന്നു. അവിടെയൊക്കെ നിന്നെ പോലുള്ള കുരുത്തം കെട്ടവന്മാരുണ്ടായിരുന്നു. അവരെയൊന്നും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടല്ല മര്യാദ പഠിപ്പിച്ചത്. അതുകൊണ്ടാ പറയണേ, ഈ ലോഹയും മടക്കി കുത്തി പൂഴിക്കാടൻ ഗോതയിലേക്ക് ഇറങ്ങിയ 2-1 അറിഞ്ഞിട്ടേ പള്ളിമേടയിലേക്ക് തിരിച്ചു പോകൂ. പൈലിപ്പോ പൈലി പോണില്ലേ? പള്ളിയിലച്ഛനും തൊമ്മിച്ചനും കൂടി തോപ്പിച്ചാ തോക്കാൻ ചമ്പക്കര പൈലി വെറും മരങ്ങോടനല്ല, 2-ആം ചമ്പോടുത്തു വന്നവനാ. അറിയാവാ? എന്താ വേണ്ടേന്ന് മുതലാളി പറഞ്ഞാ മതി. ഈ കല്യാണം നടത്താൻ തൊമ്മിച്ചനുണ്ടാകരുത്. കല്യാണത്തിനിടണ പന്തലിന്നുണ്ടല്ലേ, അവന്റെ ശവം വേണം എടുക്കാൻ. കടലിൽ പോയാൽ അവൻ ജീവനോടെ തിരിച്ചു വരാൻ പാടില്ല. അച്ചാച്ചന്റെ ആശ പോലെ പുന്നാര പെങ്ങളെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. മതിയോ? നന്നായിട്ടുണ്ട് അച്ഛാ. ഉണ്ടോന്നോ? നല്ല മാലാഖയെ പോലെ ഉണ്ട്. മാലാഖയല്ല, എവളെ ഒരു രാജകുമാരിയെ പോലെ പള്ളിയിൽ കൊണ്ടിറക്കത്തുള്ളൂ. കല്യാണത്തിന് മുമ്പേ ഇങ്ങനൊന്നും ഒരുങ്ങാൻ പാടില്ലെന്നാ. അയ്യോ, കണ്ടു കഴിഞ്ഞോ? മുഷിക്കാതൊക്കെ സൂക്ഷിച്ച് മടക്കി പോയി. ഞാൻ പോയിട്ട് വരാം. പൈലിയുടെ ബോട്ടും കൊണ്ടുപോകാൻ അവൻ സമ്മതിക്കോ? പൈലിയുടെ ബോട്ടോ? അതൊക്കെ പള്ളിയിൽ പറഞ്ഞാൽ മതി. ജനറാണി ഞങ്ങളുടെ ബോട്ടാ. ഈട് കൊടുത്ത കാശ് പലിശ സഹിതം തിരിച്ചു കൊടുക്കും. അയാളുമായിട്ട് വെറുതെ ഉടക്കാൻ നിൽക്കണ്ട. കുത്തുകൊണ്ട കൊമ്പസ്രാവിന്റെ സ്വഭാവ. ഏത് ചുഴിയിലാ വലിച്ചുകൊണ്ട് മുക്കണമെന്ന് അറിയത്തില്ല. തൊമ്മിച്ചനെ മുക്കാൻ ചമ്പക്കൽ പൈലി വളർന്നിട്ടില്ല. അവനെ പേടിച്ച് പണിക്കാരെങ്കിലും നിന്റെ കൂട്ടത്തിൽ വരുവാ. ആരും വന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകും. അച്ചാ, കല്യാണം കഴിഞ്ഞിട്ട് പോരെ ഇനി കടലിൽ പോക്ക്? പോരാ, നീ നോക്കിക്കോ. ഒരു കൊട്ട പൊന്നും കൊണ്ടേ അച്ചാച്ചൻ മടങ്ങി വരത്തുള്ളൂ. നിർത്ത് ഇവിടെ തന്നെ. കത്രീനെ തിരക്കുള്ള വരവായിരിക്കും. കല്യാണ വിശേഷങ്ങൾ അറിയാൻ. തൊമ്മിക്കുഞ്ഞോടെ? അച്ഛൻ കടലിൽ പോയല്ലോ. എപ്പോ? ഒരിത്തിരി മുമ്പ് പോയേ ഉള്ളൂ. ചതിച്ചോ മാതാ? എന്തുവാ ഭർത്താമേ? കല്യാണം നടത്താൻ തൊമ്മിക്കുഞ്ഞുണ്ടാവില്ലെന്നും പറഞ്ഞ് 5-6 ആളെയും കുട്ടി അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആര്? പൈലി. കർത്താവേ, എന്റെ അച്ചാച്ചൻ.
ബോട്ട് എവിടെയാ കിടക്കുന്നേ? തൊമ്മിക്കുഞ്ഞ് ബോട്ടം കൊണ്ട് പോയല്ലേ? പോയാ? വേണ്ട, ഇപ്പൊ അങ്ങോട്ട് പോയേ ഉള്ളൂ. മാതാവേ. അപ്പച്ചൻ എവിടെ അമ്മമ്മേ? അകത്തുണ്ട്. എന്താ മോളെ? അപ്പച്ച, എന്തോ മോളെ? അച്ചാച്ചനെ കൊല്ലാൻ ആളുകളെ കൂട്ടി പോയിരിക്കണേ. ആര്? സണ്ണിക്കുട്ടിയുടെ അപ്പച്ചൻ. അച്ചാച്ചൻ കടലിൽ ഒറ്റയ്ക്കാ പോയിരിക്കണേ. എന്റെ കർത്താവേ, ചതിച്ചോ? വിഷമിക്കണ്ട, അവൻ ഒരാപത്തും വരത്തില്ല. അടങ്ങിയോടെ നിന്റെ കോളടക്കം. കൊഞ്ചം ചാടിയ വട്ടിയോളം, പിന്നെ ചാടിയ ചട്ടിയോളം. കേട്ടിട്ടുണ്ടാ? ചമ്പക്കര പൈലോടാണ് കളി, അല്ലയോ? എന്നാ കേട്ടോ, പൈലോട് കളിച്ചിട്ടുള്ള ആരും കളി മുഴുവിച്ചിട്ടില്ല. അടിച്ച് ചുരുട്ടിയെടുത്തീനെ. കൊതറല്ലേ കൊതറല്ലേ, ഇതുപോലൊന്ന് കൊതറിയതാ നിന്റെ പെണ്ണും പിള്ള. അവള് 3-ാം പക്കം പൊങ്ങി, നീ 7-ാം പക്കം കൂടി പൊങ്ങത്തില്ല. അപ്പൊ എന്റെ പെണ്ണിനെ നീ? അതേടെ, പൈലി ഒന്ന് ആശിച്ചാൽ അത് നടത്തിയിരിക്കും. അല്ലാതെ നിനക്ക് മണിയറ ഒരുക്കിത്തരാൻ ഞാനാരാ? നിന്റെ അമ്മായിയപ്പനോ? കഴുതയുടെ മോനെ.
കുഞ്ഞെ. മോനെ, എന്റെ പഞ്ചമിയെ കൊന്നത് അവനാ, ആ പന്നി. അപ്പച്ച എന്നോട് പൊറുക്കണം, പൊറുക്കണം. അല്ലാതെ അപ്പച്ചൻ എന്ത് ചെയ്യാൻ പറ്റും? നിന്നെ വെറുക്കാൻ പറ്റുമോ? അപ്പച്ച കാര്യം പറയാൻ പോവാ, നീ എതിർക്കരുത്. പൈലിയെ കൊന്നത് നീയല്ല, ഞാനാ. ആ, എല്ലാം നോക്കി നടത്താ. ഇനി കുടുംബത്തെ നീ വേണം. നീ കൂടെ പോയാ അപ്പച്ചനെ തൂക്കിക്കൊന്നേക്കും. അങ്ങനെ എന്തെങ്കിലും പറ്റിയ ശവം പള്ളിയിൽ അടക്കണ്ട, ഈ കടലിലെറിഞ്ഞാ മതി. ഇതിൽ നിന്ന് ഒരുപാട് മീൻ അപ്പച്ചൻ പിടിച്ചിട്ടുണ്ട്. കടലമ്മ തന്ന മീനാ ഈ തടി. അത് മീൻ തിന്നോട്ടെ. ടോമി, അതെ.